വെള്ളവും ഒരേ മണ്ണും ഉപയോഗിച്ചുണ്ടാക്കിയ മനുഷ്യർ ഇത്ര കോടാനുകോടി മനുഷ്യരിൽ ഇത്രയേറെ വൈവിധ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പിനുള്ള, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ കഴിവിനുള്ള ഏറ്റവും വലിയൊരു പ്രകടമായിട്ടുള്ള ദൃഷ്ടാന്താണ് ഈ രൂപത്തിലുള്ള വൈവിധ്യങ്ങളെല്ലാം. സുബ്ഹാനല്ലാഹ്. നേരത്തെ സസ്യങ്ങളുടെ വൈവിധ്യം പറഞ്ഞു. ഇതേ രൂപത്തിൽ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യനിടയിലുള്ള ആ വൈവിധ്യവും അതിന് ഏറ്റവും വലിയ തെളിവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു, എല്ലാ മനുഷ്യരും ഒരേ രൂപത്തിലായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു ഈ ലോകം? ഈ വൈവിധ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ റഹ്മത്താണ്. അതുകൊണ്ടാണ് സൂറത്തു റഹ്മാൻ, അള്ളാഹുവിന്റെ കാരുണ്യം പറയുന്ന സൂറത്തിൽ ഈ ഒരു സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ സംസാരിക്കുന്നത്. ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽ ഫഖാർ. അടുത്ത ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്തത് ജിന്നുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ജിന്നുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ജിന്നുകൾ മനുഷ്യരെ പോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച മറ്റൊരു വിഭാഗമാണ്